السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أفضل المخلوقين وعلى سائر الأنبياء والأجمعين. ألف ألف صلاة وألف ألف سلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لا أسألكم عليه أجرا إلا المودة في القربى. صدق الله مولانا العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم: النجوم أمان لأهل الأرض وأهل بيتي أمان لأمتي. وقال صلى الله عليه وسلم: أهل بيتي كسفينة نوح عليه السلام. صدق رسول الله صلى الله عليه وسلم. آل النبي ذريعتي وهم إليه وسيلتي. أرجو بهم أعطى غدا بيد اليمين صحيفتي. يا آل بيت رسول الله حبكم فرض من الله في القرآن أنزله. يكفيكم من عظيم الفخر أنكم من لم يصل عليكم لا صلاة له. ഏറ്റവും ബഹുമാന ആദരവുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അല്ലുസ്വ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ട കൂട്ടുകാർ, മുഹിബ്ബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് മുസ്തഖീമായ വഴിയിലൂടെ ജീവിതം നയിച്ച് ആ മഹാന്മാരോടൊന്നിച്ച് നാളെ ജന്നാത്തുൻ നഈം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇതൊക്കെ അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട്, വിശുദ്ധമാകുന്ന റബീഉൽ അവ്വലിന്റെ അവസാനത്തെ ആഴ്ചയിലാണ് നാം ഇന്ന് പങ്കെടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട പല മഹത്തുക്കളെയും അനുസ്മരിക്കപ്പെടേണ്ടതുണ്ട്. എന്നാലും 2-3 മഹത്തുക്കളെ കുറിച്ച് മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അഹ്ലുബൈത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സയ്യിദ്, മലപ്പുറം ജില്ലയില് പുത്തനത്താണിക്കടുത്ത് കൽപ്പകഞ്ചേരി ഐരാനി എന്ന ഒരു ഗ്രാമത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, 51 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അബ്ദില്ല ബിൻ മുഹമ്മദ് ഹുസൈൻ അസ്സഖാഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. 2, ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി വടകര
മുഹമ്മദ് ഹാജി ഉപ്പാപ്പയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, നാനാഭാഗങ്ങളിലും സുലഭമായി നമുക്കവരെ കണ്ടെത്തിക്കാൻ കഴിയും. 23 വർഷക്കാലത്തെ പ്രബോധനം പൂർത്തീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ചു തന്ന 2 കാര്യം, ഒന്ന് പരിശുദ്ധ ഖുർആനും മറ്റൊന്ന് അവിടുത്തെ കുടുംബം അഹ്ലുബൈത്തിനെയുമാണ്. ആ അഹ്ലുബൈത്തിനെ പിന്തുടർന്ന് ജീവിക്കണം, അവരെ മഹബത്ത് വെക്കണം, അവരുടെ പൊരുത്തം നിങ്ങൾ കാംക്ഷിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുകയും നിബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് സ്വന്തം മുൻപല്ല് പോലും പൊട്ടിച്ച് ഷഹീദാക്കി ഉഹദിന്റെ രണഭൂമിയിൽ അവിടത്തെ ചുടുനീര്, അവിടുത്തെ മഹത്താകുന്ന രക്തം വരെ ഉഹദിന്റെ മണൽത്തരികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വിധത്തിൽ അവിടുന്ന് ദാനം ചെയ്ത് കുടൽമാലകൾ വരെ തലയിൽ ഏറ്റുവാങ്ങി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ശത്രുക്കളെ മുഴുവനും മറികടന്ന് വിശുദ്ധമാകുന്ന ഇസ്ലാമിനെ ഹബീബായ നബിത്തങ്ങൾ നമ്മിലേക്ക് എത്തിച്ചു തരാൻ വളരെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അതിന് ഒരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. അതേ സമയത്ത് വിശുദ്ധ ഖുർആൻ നബിത്തങ്ങളോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയും നബിത്തങ്ങൾ ചോദിക്കുകയും ചെയ്തത് എന്താണ്? ഖുൽ ലാ അസ്അലുക്കും മിൻ അജ്ർ ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ആ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ അജ്റൻ, ഒരു കൂലിയും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനുമായി അടുപ്പമുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുക, അവരിഷ്ടപ്പെടുക എന്ന ഒരു കാര്യമല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ആ ഖുർബയിൽപ്പെട്ടതാണ് മഹാന്മാരാകുന്ന അഹ്ലുബൈത്ത് എന്നുള്ളത്. ആ അഹ്ലുബൈത്തിനെ സ്നേഹിക്കലും ആദരിക്കലും അവരുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഇസ്ലാമിന് വേണ്ടി, ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. സ്വന്തം ഉപ്പാപ്പയുടെ നാടായ മദീനയിൽ നിന്ന് മഹാന്മാരാകുന്ന സഹാബ യമനിലേക്കും അതുപോലെ ബുഖാറയിലേക്കും ഒരുപാട് നാടുകളിലേക്ക്, ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് അവർ പലായനം ചെയ്തത് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ ഹദറമൗത്തിൽ നിന്ന് കേരളക്കരയിലേക്ക് വന്ന ഒരുപാട് സാദാത്തുക്കളുണ്ട്. മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്, സയ്യിദ് ഹാമിദ് അലി തങ്ങളെപ്പോലെ കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മംഫ്രമി തങ്ങളെപ്പോലെ ആക്കോട് കിടക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാലിഖ് റഹ്മഹുല്ലാ തങ്ങളെപ്പോലെ, കടലുണ്ടിയിൽ കിടക്കുന്ന സയ്യിദ് മുഹമ്മദ് ജമലുല്ലൈലി തങ്ങളെപ്പോലെ ഒട്ടുമിക്ക മഹാന്മാരും ഹദറമൗത്തിൽ നിന്നും മറ്റും ഈ നാടുകളിലേക്ക്, നമ്മുടെ മലബാറിലേക്ക് കടന്നു വന്നവരാണ്. ആ കൂട്ടത്തിൽ ഹദറമൗത്തിൽ നിന്ന് കേരളക്കരയിലേക്ക്, മലബാറിലേക്ക് വന്നുപോയ ഒരാളാണ് വടകരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ബാ ഹുസൈൻ അസ്സഖാഫ്. 200-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലബാറിലേക്ക് കടന്നു വന്ന ഒരു മഹാനാണ്. അവിടുത്തെ മകനാണ് കോഴിക്കോട് ജില്ലയിൽ നെടുവണ്ണൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ബാ ഹുസൈൻ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സയ്യിദുന ഖുതുബുസ്സമാൻ മംറം സയ്യിദ് ആലവി തങ്ങളുടെ
പ്രിയപ്പെട്ട കൂട്ടുകാരനും അവിടത്തെ കാലഘട്ടക്കാരനും അവരുമായി വലിയ ബന്ധം ഉള്ള ആളുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഹുസൈൻ അസ്സഖാഫ് തങ്ങൾ മഹാനവറുകൾ നെടുവണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടുത്തെ കുടുംബങ്ങളും ചരിത്രം പരിശോധിച്ചാൽ കാണും, ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുസ്സമാൻ മൗലദ്ദവീല തങ്ങൾ നെടുവണ്ണൂര് എന്ന പ്രദേശത്ത് 2 തവണ ചെന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം മഹാനവറുകൾ അവിടെ ചെല്ലാനുണ്ടായ കാരണം നെടുവണ്ണൂരിലെ പള്ളിയുടെ സ്ഥാനം നിർണയിക്കാനായിരുന്നു, കുറ്റിയടിക്കൽ കർമ്മം നടത്താനാണ്. ബഹുമാനപ്പെട്ട മമ്പറം ഖുതുബുസ്സമാൻ തങ്ങൾ അവിടെ എത്തുകയും നെടുവണ്ണൂര് പള്ളിക്ക് സ്ഥാനം നിർണയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആ നാട്ടുകാരാകുന്ന ആളുകൾ ബഹുമാനപ്പെട്ട മമ്പറം ഖുതുബുസ്സമാൻ തങ്ങൾ ഉപ്പാപ്പയോട് അവരുടെ നാട്ടിൽ തന്നെ ജീവിക്കാനും താമസിക്കാനും ആ നെടുവണ്ണൂരിലെ ഒരു നാട്ടുകാരനായി മാറാനുമൊക്കെ അവരുടെ കൂടെ പ്രവർത്തിക്കാനുമൊക്കെ നിർബന്ധിപ്പിച്ചു. പക്ഷേ മഹാനാകുന്ന ഖുതുബുസ്സമാൻ തങ്ങൾക്ക് വലിയ തിരക്കുകളും മറ്റ് പലയാതി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മഹാനവറുകൾ അതിന് വഴങ്ങുകയില്ല. മഹാനവറുകൾ തിരിച്ച് മമ്പറത്തിലേക്ക് തന്നെ തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് അവരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് പറ്റാവുന്ന ഒരാളെ അവിടെ ഖാദിയും അവിടുത്തെ ഖതീബുമൊക്കെയാക്കി ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഉപ്പാപ്പ ഏൽപ്പിച്ചു കൊടുത്ത ആ നാട്ടുകാർക്ക് നൽകിയ ഒരു ഖാദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഹുസൈൻ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തിന്റെ ഉടമയും ബാലവി സാദാത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു യമനിൽ തെരീമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പരമ്പരയിൽ വരുന്ന ഒരു സയ്യിദ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. അവിടുത്തെ കറാമത്തിന്റെ കൂട്ടത്തിൽ പറയപ്പെടുന്നത് കാണാം, ഒരിക്കൽ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ തങ്ങൾ നെടുവണ്ണൂരിലേക്ക് 2ാമതൊരു തവണ ചെല്ലുകയാണ്. നെടുവണ്ണൂര് ചെല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഹുസൈൻ സഖാഫ് തങ്ങളെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും ആ സമയത്ത് മഹാനവറുകൾ കഞ്ഞിയും ഇരിമീന് എന്ന് പറയുന്ന മീനും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുപ്പാപ്പ കയറി ചെന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഹുസൈൻ തങ്ങളോട് ചോദിച്ചു, കഞ്ഞി കുടിക്കണല്ലേ, നമുക്ക് കഞ്ഞിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുകയും മമ്പറം തങ്ങളുപ്പാപ്പനോട് വീട്ടിലേക്ക് കയറാൻ നിർദ്ദേശിക്കുകയും ആ സമയത്ത് വീട്ടുകാരി ബഹുമാനപ്പെട്ട മുഹമ്മദ് ബാഹുസൈൻ തങ്ങളോട് ഓർമ്മപ്പെടുത്തി, കഞ്ഞിയുണ്ട്, പക്ഷേ മീന് തീർന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് കഴിച്ചിട്ട മീനിന്റെ മുള്ളെടുത്ത് അടുക്കള ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെടുത്തോ, അത് മുറിച്ച് അത് പൊരിച്ചു കൊണ്ടുവരണം എന്ന് കൽപ്പിക്കുകയുമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട്, ഈ മഹാനായ വലിയന്റെ കറാമത്ത് കൊണ്ട് ആ ഭക്ഷിച്ച് അവശിഷ്ടമാക്കി മാറ്റിയ മുള്ള്, ആ മുള്ള് യഥാർത്ഥത്തിൽ പൂർണോപരി ഒരു ഇരിമീൻ തന്നെയായി മാറുകയും അത് പിടക്കുകയും അത് മുറിച്ച് അവര് പിന്നീട് കഞ്ഞിക്ക് കൊടുക്കുകയും ചെയ്തു, കഞ്ഞിയുടെ കൂടെ കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കറാമത്ത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജമലിലേക്ക് സയ്യിദ് മുഹമ്മദ് ബാഹുസൈൻ സഖാഫ് തങ്ങളെ ജനങ്ങൾ വിളിക്കാറുള്ള പേര് സാധാരണഗതിയിൽ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്നാണ് പറയാറുള്ളത്. ആ സമയത്ത് മമ്പറം തങ്ങളുപ്പാപ്പ പറഞ്ഞു, ഇത് പൂക്കുഞ്ഞിയല്ല, ഇത് തീക്കുഞ്ഞിയാണ് എന്ന് പറഞ്ഞതായി അവിടുത്തെ ചരിത്രത്തിൽ പറയപ്പെടുന്നു.
ഇരിക്കട്ടെ, നീണ്ട കറാമത്തുകളാണ്. അവിടുത്തെ മക്കാമ് നെടുവണ്ണൂരിൽ ചെന്നാൽ വലിയ മഷ്ഹൂറായ മക്കാമാണ്. അവിടുത്തെ കുടുംബവും അന്ത്യവിശ്രമം കൊള്ളുന്നു. ഞാൻ വിശദമായി ഇപ്പം അതിലേക്ക് കടക്കുന്നില്ല. ആ സയ്യിദ് മുഹമ്മദ് ബാഹുസൈൻ അസ്സഖാഫ് തങ്ങൾക്ക് 3 മക്കളാണ്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ്. മൂത്ത കുട്ടി ആൺകുട്ടി കീക്കോട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ ബാഹുസൈൻ എന്നറിയപ്പെട്ട വലിയ സീതി തങ്ങളാണ് അവിടുത്തെ മൂത്ത മകൻ. രണ്ടാമത്തെ മകനാണ് നെടുവണ്ണൂരിൽ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു മസാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുള്ള ബാഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരുടെ 2 പേരുടെയും സഹോദരിയാണ് ഉമ്മുഹാനി എന്ന് പറയുന്ന ഒരു മഹദി അവർകൾ. തീക്കോട് ചാവക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തുക്കൾ അവരുടെ കാരണവര് ഏറ്റവും വലിയ ഉപ്പാപ്പയാണ് നേരത്തെ ഞാൻ പറഞ്ഞ സീതി തങ്ങൾ. ആ സീതി തങ്ങൾ ഈ പറയപ്പെട്ടവരുടെ മൂത്ത മകനും രണ്ടാമത്തെ മകനാകുന്ന അബ്ദുള്ള എന്ന് പറയുന്ന അബ്ദുള്ള ബാഹുസൈൻ എന്നവരുടെ മകനാണ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പുത്തനത്താണിക്കടുത്ത് കൽപ്പകഞ്ചേരിയിൽ ഹൈരാനി മഹല്ല് ജുമുഅത്ത് പള്ളിയുടെ മുൻഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന തന്റെ വീട്ടിന്റെ ചാരത്തുള്ള മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ അബ്ദില്ല ബാഹുസൈൻ അസ്സഖാഫ് റളിയല്ലാഹു അൻഹു. ഈ റബീഉൽ അവ്വൽ 25-ന് മഹാനവറുകൾ വഫാത്തായിട്ട് 51 വർഷം തികയുകയാണ്. അള്ളാഹു അവിടത്തൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാനിൽ തഖ്വയിൽ അള്ളാഹു വർധനവ് നൽകട്ടെ, ആമീൻ എന്നാമുഖമായി ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. മഹാനാകുന്ന സയ്യിദ് അബൂബക്കർ ബാഹുസൈൻ തങ്ങൾ നെടുവണ്ണൂരിൽ ഒരു പ്രത്യേക ഹാലിലും സ്വഭാവത്തിലും ആരുമായും കൂടുതൽ സംസാരമോ ഇടപഴകലോ ഇല്ലാതെ എപ്പോഴും അള്ളാഹുമായുള്ളതാകുന്ന ഫിക്റും ദിക്റും ശുക്റുമായി കൊണ്ട് ജീവിക്കുന്ന കാലയളവിൽ ഒരിക്കൽ എന്തോ ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞിങ്ങോട്ട് വരികയും ഐരാനി പള്ളിയിൽ വന്ന് അവിടുത്തെ ദർസിലും മറ്റും കൂടുകയാണ്. അങ്ങനെ അവിടുത്തെ സ്ഥിരതാമസക്കാരനായി ഐരാനിയിൽ തന്നെ അവിടുന്ന് വീടും കുടുംബവുമൊക്കെ ആവുകയും അവിടെ ജീവിക്കുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ആ പ്രദേശത്തുകാരാകുന്ന ജനങ്ങൾക്ക് താങ്ങും തണലും അവർക്കാവശ്യമായതാകുന്ന നേതൃത്വവും അതുപോലെ വിവിധങ്ങളായ ജനങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫക്കുള്ള കാരണം പറഞ്ഞു കൊടുത്തിട്ടും ആ പ്രദേശത്തുകാർക്ക് എന്തിനും ഓടിച്ചെല്ലാനുള്ള ഒരത്താണിയായിരുന്നു ഒരു കാലത്ത് മഹാനാകുന്ന സയ്യിദ് അവർകൾ. അതിനിടയ്ക്ക് ഒരുപാട് കറാമത്തുകൾ മഹാനവർകളിൽ നിന്ന് സംഭവിച്ചത് നാട്ടുകാർക്കും പ്രായമുള്ളവർക്ക് പറയാനുണ്ട്. ഇന്നും നിലനിൽക്കുന്ന പലതുമുണ്ട്. കൂട്ടത്തിൽ വളരെ പ്രധാനമായി പരിസരവാസികൾ മുഴുവനും പറയുന്ന ഒരു കറാമത്ത്, ഈ അടുത്തുവരെ കണ്ടുവന്നിരുന്ന ഒരു കറാമത്താണ്, നിലനിന്ന ഒരു കറാമത്താണ്. ബഹുമാനപ്പെട്ടവർ ഒരു രോഗിക്ക് 7 ദിവസത്തെ ഒരു ഹോമം കൽപ്പിക്കുകയാണ്. 7 ദിവസം ഹോമട്ട ഒരു കരിക്ക് കത്തിക്കരിഞ്ഞ് ഒരു കരിക്ക് അത് മഹാനവറുകൾ മുളപ്പിക്കുകയാണ്. ആ കരിഞ്ഞ കരിക്കെടുത്ത് മഹാനവറുകൾ ആ നാട്ടിലെ പ്രധാന തറവാട് കുടുംബമായ ഒരു കുടുംബത്തിന്റെ ഒരാളുടെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി അത്
കുഴിച്ചിടാൻ വേണ്ടി കൽപ്പിക്കുകയും കരിഞ്ഞ ആ കരിക്ക് കുഴിച്ച് ഇടുകയും അത് പിന്നീട് ഒരു വലിയ വൃക്ഷമായി, ഒരു തെങ്ങായി മാറുകയും അതിൽ നിന്ന് വർഷങ്ങളോളം, ഏകദേശം ഒരു 48 വർഷത്തോളം അത് നിലനിൽക്കുകയും അതിലൊരുപാട് നാളികേരങ്ങൾ കായ്ക്കുകയും മഹാനാകുന്ന അബൂബക്കർ ബാഹുസൈൻ തങ്ങളുടെ നേർച്ചയിൽ ആ നാളികേരം കഷ്ണിച്ചുകൊണ്ട് തബറുക്കിന് വേണ്ടി, രോഗശിഫയ്ക്ക് വേണ്ടിയൊക്കെ അത് വിതരണം ചെയ്യപ്പെടാറുമുണ്ടായിരുന്നു. കരിഞ്ഞ ഒരു കരിക്കാണ് മഹാനവറുകൾ നല്ല ഒരു തെങ്ങാക്കി മാറ്റിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, പിന്നീട് ഈ 2 വർഷം മുമ്പ് ആ തെങ്ങിന്റെ തല പോയെങ്കിലും അവിടുത്തെ പേരമകനായ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഹുസൈൻ സഖാഫ് തങ്ങളോട് ആ വീട്ടുകാർ വന്ന് തെങ്ങ് വെട്ടാൻ അനുമതി ചോദിക്കുകയും അത് മുറിക്കുകയും അത് ഇന്ന് മഹാനായ തങ്ങളുടെ വീട്ടില് ഒരു കസേരയും ഒരു കട്ടിലുമൊക്കെയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി കറാമത്തുകളുള്ള മഹാൻ. ഒരിക്കൽ മഹാനാകുന്ന സയ്യിദ് ഉപ്പാപ്പ തങ്ങളുടെ അടുത്ത് ആ നാട്ടിലൊരു പ്രശ്നം നടന്നപ്പോ ഒരു സ്ത്രീ കള്ളസത്യം ചെയ്യുകയാണ്. തങ്ങളുപ്പാപ്പന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കള്ളസത്യം ചെയ്ത ഈ പെണ്ണ് വാദിച്ചു പോയി, ഞാൻ ഈ പറഞ്ഞത് കളവാണെങ്കിൽ ഈ തങ്ങളെ കറാമത്ത് കൊണ്ട് എന്റെ കണ്ണ് നഷ്ടപ്പെട്ടോട്ടെ എന്ന് ആ പെണ്ണ് പറയുകയും ആ പെണ്ണ് തങ്ങളുപ്പാപ്പന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് പോയി. അതേ ദിവസം തന്നെ കൽപ്പകഞ്ചേരിക്കടുത്തുള്ള മേലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒഴിഞ്ഞ ഒരു കിണറിന്റെ അടുത്ത് പോയി വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ ആ കിണറിന് ചുറ്റുഭാഗത്തും കെട്ടിയതാകുന്ന മുള്ളുകൊണ്ടുള്ളതാകുന്ന മറയുടെ ഒരു മുള്ള് ഈ പെണ്ണിന്റെ ഒരു കണ്ണില് തറക്കുകയും ആ പെണ്ണിന്റെ കണ്ണ് കേടുവരികയും കാഴ്ച നഷ്ടപ്പെടുകയും പിന്നെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ആ പെണ്ണിന്റെ പേര് ഒറ്റക്കണ്ണി എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഈ രൂപത്തിൽ നിരവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിട്ടുണ്ട്. ഈ സാധു വിനീതൻ തന്നെ ഓർക്കുന്നു, നമ്മുടെ വീട്ടില് കിണർ ആവശ്യമായപ്പോ എന്റെ വലിയുമ്മ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പനോട്, ഐരാനി തങ്ങളുപ്പാപ്പയോട് പോയി പറഞ്ഞു, സ്ഥാനം നിർണയിച്ചു തരാൻ പറഞ്ഞു. മഹാനവറുകൾ അവിടെ ഇരുന്നിട്ട് സ്ഥാനം പറഞ്ഞു കൊടുത്തു. അതേ ഭാഗത്ത് കിണർ കുഴിച്ചു. 13ാമത്തെ കോലിൽ വെള്ളം കിട്ടുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ 13 കോലായിട്ടും വെള്ളം കിട്ടാതെ വന്നപ്പോ രണ്ടാമത് തങ്ങളുപ്പാപ്പന്റെ അടുത്ത് വീണ്ടും ചെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന തങ്ങളുപ്പാപ്പ വീട്ടിൽ നിന്ന് നിർദ്ദേശിക്കുന്നത് 13 കോല് കറക്റ്റാക്കി തുടച്ച് വൃത്തിയാക്കി ജോലിക്കാരോട് ഇന്ന് കയറാൻ പറ, നാളെ അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വന്ന് അവരോട് ബിസ്മിയും ചൊല്ലിയിട്ട് അവരുടെ ആയുധം അതിലേക്ക് ഇടാൻ പറയണം എന്നായിരുന്നു പറഞ്ഞത്. അത് കളച്ച ആളുകൾ ഇന്നുമുണ്ട്. സുബ്ഹാനല്ലാഹ്, അതേപോലെ ചെയ്യുകയും പിറ്റേ ദിവസം അവർ ചെന്ന് അവിടെ ആയുധം കിണറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടപ്പോ ഒന്ന് കൊത്തിയപ്പോ ഉടനെ തന്നെ കരിക്കിന്റെ മുകളിൽ കൊത്തുമ്പോ ഏത് പ്രകാരമാണോ വെള്ളം തെറിക്കാറ് അതുപോലെ ഈ കിണറിൽ നിന്ന് വെള്ളം തെറിക്കുകയായിരുന്നു. ഇന്നും ആ കിണർ വറ്റാതെ നിലനിൽക്കുന്നുണ്ട്. ആ കിണർ പിന്നീട് വറ്റിയിട്ടില്ല. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കറാമത്തുകളും വാക്ക് ഫലങ്ങളും ദുആക്ക് ഇജാബത്തുകളും പലതും അനുഭവപ്പെട്ട ഒരു സയ്യിദാണ് ഐരാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന തങ്ങളുപ്പാപ്പ. ജനങ്ങളുടെ ഭാഷയിൽ സാധാരണ പറയപ്പെടാറുള്ളത് ഐരാനി വല്യങ്ങളുപ്പാപ്പ എന്നാണ് പറയപ്പെടാറുള്ളത്. ആ മഹാനവറുകളുടെ ആണ്ട് വിശുദ്ധമായ റബീഉൽ അവ്വൽ
25-നാണ്. 51-ാമത്തെ വർഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൻ നഈം സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്.